ഇതിൽ കോൺഗ്രസിൻ്റെ നിലപാട് ഔപചാരികമായി അവർ പ്രഖ്യാപിക്കണം. ഇന്നലെ നമ്മൾ കണ്ടത് മതനിരപേക്ഷതയുടെ കഴുത്തിനേറ്റ വലിയൊരു കോടാലിയാണ്. മതനിരപേക്ഷ ഇന്ത്യ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി നമ്മുടെ രാജ്യത്തെ ഹിന്ദുത്വ ഫാസിസത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഉദാഹരണമാണ് ഇന്നലെ നമ്മൾ കണ്ടത്. സാധാരണ നിലയിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നിർവഹിക്കേണ്ട ഒരു കാര്യമല്ല ഇന്നലെ അയോധ്യയിൽ നടന്നത്. മാത്രവുമല്ല, പഴയ ശ്രീരാമൻ്റെ പ്രതിമക്ക് പകരം പുതിയ പ്രതിമ സ്ഥാപിച്ച് പഴയ പ്രതിമയുടെ ചൈതന്യം പുതിയ പ്രതിമയിലേക്ക് ആവാഹിക്കുന്നതിൽ മാറ്റുന്നതിൻ്റെ പ്രധാനമന്ത്രിയുടെ സമ്മതം ചോദിക്കുക എന്ന് പറഞ്ഞാൽ എത്ര പരിഹാസമാണ്. ഇപ്പോൾ ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ കടമയാണോ അത്? അദ്ദേഹത്തിൻ്റെ ചുമതലയാണോ അത്? അതേപോലെ തന്നെ ഈ കേസ് വിധി പറഞ്ഞ 2 ജഡ്ജിമാർ ആ സദസ്സിൽ പങ്കാളികളായി എന്നുള്ളതും ആശങ്കപ്പെടുത്തുന്നതാണ്. അതും ശരിയായ ഒരു സന്ദേശമല്ല. ഏതെങ്കിലും ഒരു കേസിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുണഭോക്താക്കൾ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ വിധി പറഞ്ഞ ജഡ്ജിമാർ തന്നെ സാന്നിധ്യമുണ്ടാകുക എന്ന് വന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യത്തെയാണ് വെല്ലുവിളിക്കുന്നത്. അനാവശ്യമായിട്ടുള്ള സംശയത്തിനും ഇടവരുത്തും. ഈ 2 കാര്യങ്ങളും നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുസമൂഹം ചർച്ച ചെയ്യണം. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അയോധ്യ ശ്രീരാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂജ നടത്തുമ്പോൾ ഏതാണ്ട് അതേ സമയത്ത് തന്നെ ആസാമിലെ ഒരമ്പലത്തിൽ ഇന്ത്യ രാജ്യത്തിലെ ഒരു പ്രധാനപ്പെട്ട കക്ഷിയുടെ നേതാവിൻ്റെ പ്രവേശനം നിഷേധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഗൗരവത്തിൽ കാണേണ്ടതല്ലേ? മാത്രവുമല്ല, അഖിലേന്ത്യാ തലത്തിൽ രാഹുൽ ഗാന്ധി നടത്തുന്ന പ്രകടനത്തെ, യാത്രയെ വിവിധ ഭാഗങ്ങളിൽ BJP RSS സംഘപരിവാർ ശക്തികൾ തടയുന്ന സമയത്ത് എന്തേ അഖിലേന്ത്യാ തലത്തിൽ ഒരു പ്രതികരണം പോലും ഇല്ലാത്തത്? എന്തുകൊണ്ടതിന് സാധിക്കുന്നില്ല? ഇത് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നടത്തിയ ഒരു ജാഥയുണ്ടായിരുന്നല്ലോ. ആ ജാഥയ്ക്ക് നേരെ യൂത്ത് കോൺഗ്രസ്സുകാർ നടത്തിയതും ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ജാഥയ്ക്ക് നേരെ BJP നടത്തുന്നതിനും സമാനമായിട്ടുള്ള ഒരു ശൈലിയുണ്ട് എന്നുള്ളത് ഞാൻ മറന്നുകൊണ്ടല്ല ഇത് പറയുന്നത്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനോട് പ്രതികരിക്കണ്ടേ?